വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു. ഇന്ന് നമുക്കൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അരപ്പുണ്ടാക്കാമേ. 1/2 കിലോനുള്ള മെഷർമെൻ്റ് ആട്ടോ ഞാൻ പറയുന്നത്. കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സവോള 4ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 തക്കാളി, പിന്നെ ഒരു 2 ഇഞ്ച് കനത്തിൽ ഒരു ഇഞ്ചീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 15 വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്. പിന്നെ വേണ്ടത് ഗരം മസാല വേണം. ഗരം മസാല 1 സ്പൂണ്. പിന്നെ ഉപ്പും ചേർക്കാം നമുക്ക്. ഉപ്പും ചേർത്ത് 1 സ്പൂണ് വിനാഗിരി മസ്റ്റാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു 2 സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം മിക്സി അടച്ച് നമുക്ക് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് ചിക്കനിലോട്ട് പകർത്താം. ഫുൾ അരപ്പ് നമുക്ക് ചിക്കനിലോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് നമുക്കിത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ തലേ ദിവസം രാത്രി പുരട്ടിയിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉണ്ട് അത്രയും നേരം ആവുന്നത് നല്ലതാണ്. ഇതിപ്പോൾ 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒറ്റ വിസിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവേ ചിക്കൻ. ഇനി നമുക്ക് ഈ വെന്ത ചിക്കനെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകൾ മാത്രം എടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം 2 സൈഡും. നല്ല ടേസ്റ്റാണ് ഇതിന്. അതായത് നമുക്ക് ചിക്കൻ ഷവായി ഇല്ലേ, അത് അൽഫാം, അതിൻ്റെയൊക്കെ രുചിയാണ് ഇതിന് വരുന്നത്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാമേ. മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഈ പാനിൽ തന്നെ നമുക്കിനി ഒരു സവോള എടുത്ത് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതും, പിന്നെ ഒരു 1/2 ക്യാപ്സിക്കവും കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ച് നമുക്കിതിലോട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. പിന്നെ ഞാൻ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, എൻ്റെ എല്ലാ ഫുഡിലും ഓയിൽ വളരെ കുറവാണ്. അങ്ങനെ നമുക്കിതിൽ ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ട് വഴറ്റി നമുക്ക് ഈ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് പകർത്താം. ഒരു കളറിന് വേണ്ടി കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളുടെ മൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ വേവിച്ച ഗ്രേവിയില്ലേ, ചിക്കൻ വേവിച്ച ഗ്രേവി കുക്കറിലുള്ള, അതങ്ങനെ തന്നെ ഒഴിച്ച് നമുക്ക് ഇതിനെ നന്നായി തിളപ്പിച്ച് കുറുക്കി ഈ മസാലയൊക്കെ ഇതിൻ്റെ കൂടെ പിടിപ്പിച്ചെടുക്കാം. ഇതേപോലെ ആക്കിയെടുക്കാമേ. ഇത് നമുക്ക് ഒരു മീലായിട്ട് എടുക്കാം. അതായത് ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ഒരു സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ. ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ സ്നേഹം തരണേ, മറക്കരുതേ. താങ്ക് യു.